Hi dears, welcome to iPlus Training Solutions. So ഇന്ന് റിസർച്ച് ഓഫീസർ എക്സാമിലെ എക്കണോമിക്സ് പാർട്ടിൽ നിന്നുള്ള മറ്റൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. So let's begin the session. The first question is, match the following 5-year plans with their objectives. രണ്ട് കോളം കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് കോളത്തിൽ ഡിഫറെന്റ് 5-year plans ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് തേർഡ് 5-year plan, ഫോർത്ത് 5-year plan, ഫിഫ്ത്ത് 5-year plan ആൻഡ് നയൻത് 5-year plan. സെക്കൻഡ് കോളത്തിൽ ഓരോ 5-year പ്ലാൻസിന്റെയും ഒബ്ജക്റ്റീവ് ആണ് കൊടുത്തിട്ടുള്ളത്. സോ ഇത് നമ്മൾ കൃത്യമായിട്ട് മാച്ച് ചെയ്യണം. സോ ദ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം. Option B is the correct answer. That is C, B, A and D. So, ഒന്ന് match ചെയ്യാം. C, B, A and D. Okay. So, third 5-year plan in the objective എന്ന് പറയുന്നത് make a self-reliant and self-generating economy. എന്ന് വെച്ചാൽ എന്താണ്? Make a റിലയൻറ്റ് ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പര്യാപ്തത കൈവരുത്താന്നുള്ളതാണ്. അതായത് ഇന്ത്യൻ ഇക്കോണമി ഡിപ്പെൻഡൻസ് കുറക്കണം. മറ്റ് ഇക്കോണമിയിൽ ഫോറിൻ കൺട്രീസിന്റെ മുകളിൽ ഇമ്പോർട്ടിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പല ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു ഡിപ്പെൻഡൻസ് കുറക്കണം. എസ്പെഷ്യലി ഫോക്കസ് കൊടുത്തത് ഫുഡ് ഗ്രെയിൻസിന്റെ മുകളിലായിരുന്നു. അതായത് ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിൽ സ്വയം പര്യാപ്തത വരുത്താന്നുള്ളതാണ്. ആൻഡ് ക്യാപിറ്റൽ ഗുഡ്സും ഫോറിൻ എയ്ഡും ഒക്കെ ഇമ്പോർട്ട് ചെയ്യുന്നത് കുറയ്ക്കാന്നുള്ളൊരു ലക്ഷ്യമായിരുന്നു. സോ അതാണ് മേക്ക് എ സെൽഫ് റിലയൻറ്റ് ഇക്കോണമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഡു യു മീൻ ബൈ സെൽഫ് ജനറേറ്റിംഗ് ഇക്കോണമി? സെൽഫ് ജനറേറ്റിംഗ് ഇക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് ഷുഡ് സസ്റ്റെയിൻ ഇറ്റ് സെൽഫ് വിതൗട്ട് എനി പുഷ്. അതായത് ഗ്രോത്ത് എങ്ങനെ വരണം? ഒരു സൈക്കിൾ അവിടെ നടക്കണം എന്നുള്ളതാണ്. അതെന്താണ് ഈ ഒരു സൈക്കിൾ എന്ന് ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ഇസ് ഒരു ഇക്കോണമി ഡെവലപ്പ് ചെയ്യാൻ അഗ്രികൾച്ചർ സെക്ടറും അതോടൊപ്പം ഇൻഡസ്ട്രിയൽ സെക്ടറും ഒരുമിച്ച് ഡെവലപ്പ് ചെയ്യാണെന്ന് വിചാരിക്കാം. സോ ഇന്ത്യ അവിടെ ഒരു സൈക്കിൾ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു. ദാറ്റ് ഇസ് അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അഗ്രികൾച്ചർ സെക്ടർ ഇസ് പ്രൊവൈഡിങ് raw material, food and demand for industries. Okay. അതേപോലെ തന്നെ ഇൻഡസ്ട്രി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? മെഷീനറി പ്രൊവൈഡ് ചെയ്യുന്നു, ഫെർട്ടിലൈസേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു, ആൻഡ് അഗ്രികൾച്ചറിന് വേണ്ടി ഇൻഫ്രാസ്ട്രക്ചറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൺ സെക്ടർ ഇസ് സപ്പോർട്ടിംഗ് ദ അതർ സെക്ടർ വിച്ച് ഇസ് ലീഡിങ് ടു എ കണ്ടിന്യൂസ് ഗ്രോത്ത്. അതാണ് സെൽഫ് ജനറേറ്റിംഗ് ഇക്കോണമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഫോർത്ത് 5-year പ്ലാൻ. ഫോർത്ത് 5-year പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് ആണ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ഹയർ എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യുക വൈൽ കീപ്പിംഗ് ഇൻഫ്ലേഷൻ റേറ്റ്, ഡെഫിസിറ്റ്, പിന്നെ സോഷ്യൽ ഇംബാലൻസസ് ഇതൊക്കെ ഒരു അണ്ടർ കൺട്രോളിൽ വെച്ചുകൊണ്ട് ഒരു ഹൈ ഗ്രോത്ത് റേറ്റ് അച്ചീവ് ചെയ്തെടുക്കുക. ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എൻഷോർ ചെയ്യുക, ഇക്വിറ്റബിൾ ഡെവലപ്മെന്റ് എൻഷോർ ചെയ്യുക എന്നാണ് ഗ്രോത്ത് വിത്ത് സ്റ്റെബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത 5-year പ്ലാൻ ഇസ് ഫിഫ്ത്ത് 5-year പ്ലാൻ. ഫിഫ്ത്ത് 5-year പ്ലാൻസ് ഒബ്ജക്റ്റീവ് ഇസ് അറ്റൈൻമെന്റ് ഓഫ് സെൽഫ് റിലയൻസ്. സോ സെൽഫ് റിലയൻസ് എന്താന്ന് ഞാൻ പറഞ്ഞു അല്ലെ? എന്താണ് സെൽഫ് റിലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നുള്ളതാണ്. സോ an economy should be capable of meeting its own needs. ഒരു ഇക്കോണമിക്ക് വേണ്ട ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന ഒരു കേപ്പബിലിറ്റി ഉണ്ടായിരിക്കണം. അത് ഫുഡ് പ്രൊഡക്ഷനിലായിക്കോട്ടെ, ഫ്യൂവലിലായിക്കോട്ടെ, ഇൻഡസ്ട്രിയിലായിക്കോട്ടെ, ഫിനാൻസിലായിക്കോട്ടെ, എന്തിലും എക്സസീവ് ഡിപ്പെൻഡൻസ് ഇമ്പോർട്ടിന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഡെവലപ്മെന്റ് കൊണ്ടുവരാനായിട്ട് ഒരു ഇക്കോണമിക്ക് സാധിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് നയൻത് 5-year പ്ലാൻ. നയൻത് 5-year പ്ലാനിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി. എന്ന് വെച്ചാൽ എന്താണ്?
എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇൻക്ലൂസീവ് ആയിരിക്കണം, എല്ലാവരെയും ഉൾപ്പെടുത്തുന്നത് ആയിരിക്കണം. ആൻഡ് ഗ്യാപ്സ് ബ്രിഡ്ജ് ചെയ്യണം. ആര് തമ്മിലുള്ള ഗ്യാപ്പാണ്? റിച്ച് ആൻഡ് പുവർ തമ്മിലുള്ള ഗ്യാപ്പ്, ഏർബൺ ആൻഡ് റൂറൽ ഡിവൈഡ് എന്ന് പറയും അല്ലെ, റൂറൽ ആൻഡ് ഏർബൺ ആളുകൾ തമ്മിലുള്ള ആ ഒരു ഡിവൈഡ് ഉണ്ടാവും. അതൊക്കെ എന്താവണം? ഈ പറഞ്ഞ ഗ്യാപ്പുകളൊക്കെ ബ്രിഡ്ജ് ചെയ്യുന്നതാവണം. എന്നാൽ മാത്രം ബ്രിഡ്ജ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഗ്രോത്ത് കൊണ്ടുവരണം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഗ്രോത്തിനെയാണ് നമ്മൾ ഗ്രോത്ത് വിത്ത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഈക്വാലിറ്റി എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ഇത്തരത്തില് നമുക്ക് 12 5-year plans ആണ് ഉള്ളത്. ഇന്ത്യ adopted 5-year plans from the year 1951. 1951 തൊട്ട് 2017 വരെയാണ് നമുക്ക് 12ഓളം 5-year plans ഉള്ളത്. ഒരു പ്ലാൻഡ് എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടാണ് ഇന്ത്യ 5-year plans അഡോപ്റ്റ് ചെയ്തത്. ഓരോ പ്ലാനിനും ആ ഒരു കാലഘട്ടത്ത്, ആ ഒരു ടൈം പീരിയഡിൽ വേണ്ട ആവശ്യകത അനുസരിച്ചാണ് ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് ഈ പറയുന്ന 12 5-year പ്ലാൻസിന്റെയും ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി പ്ലാനിംഗ് കമ്മീഷൻ 1950 മാർച്ചിൽ ഗവൺമെന്റ് ഒരു റെസൊല്യൂഷനിലൂടെ സെറ്റപ്പ് ചെയ്തതാണ്. ഓക്കെ, ആൻഡ് അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയ ജവഹർലാൽ നെഹ്റു ആയിരുന്നു പ്ലാനിംഗ് കമ്മീഷന്റെ ഫസ്റ്റ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. ആൻഡ് ത്രൂ ദി പ്ലാനിംഗ് കമ്മീഷൻ ആണ് 5-year പ്ലാൻസ്, എക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള 5-year പ്ലാൻസ് ഫോർമുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി 2015 Jan 1 കൂടിയിട്ട് ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷൻ റീപ്ലേസ് ചെയ്തു. ആരാണ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്ത് വന്ന? ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നു, ദാറ്റ് ഇസ് നീതി ആയോഗ്. നീതി ആയോഗ്, നീതിന്റെ ഫുൾ എക്സ്പാൻഷൻ ഇസ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. 2015 Jan 1 ഒരു ക്യാബിനറ്റ് റെസൊല്യൂഷനിലൂടെയാണ് നീതി ആയോഗ് ഫോം ചെയ്തത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. ഈസിയാണ്. Assume that a country produces only bread and it produced 2000 units of bread for the year 2010 at a price of ₹25 per bread. അതായത് ഒരു കൺട്രി ബ്രെഡ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് 2000 യൂണിറ്റ് ബ്രെഡ് ആണ് 2010 ഇയറിൽ ₹25 per ബ്രെഡ് പ്രൊഡ്യൂസ് ചെയ്ത്. ഓക്കെ, ഇനി 2011 ആയപ്പോഴേക്കും ഈ 2000 യൂണിറ്റ് ബ്രെഡ് എന്നുള്ളത് 2200 യൂണിറ്റ് ബ്രെഡ് എന്നായിട്ട് കൂടി. ഓക്കെ, ആൻഡ് 25 rupees per ബ്രെഡ് ആയിരുന്നു പ്രൈസ് എന്ന് പറയുന്നത്. അത് എന്തായി മാറി? 30 rupees per ബ്രെഡ് ആയിട്ട് മാറി. അപ്പൊ the question is, taking 2010 as the base year, what is the GDP deflator in percentage terms എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ ഇതെങ്ങനെ സോൾവ് ചെയ്യും? GDP ഡിഫ്ലേറ്ററിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു നോമിനൽ GDP ഡിവൈഡഡ് ബൈ റിയൽ GDP ഇൻറ്റു 100. അപ്പൊ GDP ഡിഫ്ലേറ്റർ കിട്ടാനായിട്ട് ആദ്യം നമ്മൾ നോമിനൽ GDP കാൽക്കുലേറ്റ് ചെയ്യണം, റിയൽ GDP കാൽക്കുലേറ്റ് ചെയ്യണം. സോ എന്താണ് നോമിനൽ GDP എന്ന് പറയുന്നത്? നോമിനൽ GDP എന്ന് പറയുന്നത് ഒരു കൺട്രിയിലെ മൊത്തം ഔട്ട്പുട്ട് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വരും അല്ലെ. സോ ഒരു കൺട്രിയിലെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിന്റെ, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ അറ്റ് ദ കറന്റ് പ്രൈസിനെയാണ് നോമിനൽ GDP എന്ന് പറയുന്നത്. ഇത് എക്സ്പെൻഡിച്ചർ അപ്രോച്ച് ആണെങ്കിൽ നമുക്ക് ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദാറ്റ് ഇസ് C+I+G+X-M. ഓക്കെ, ആൻഡ് നോമിനൽ GDP എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ പ്രകാരം നമുക്ക് പ്രൊഡക്ഷൻ അപ്രോച്ച് ഫോർമുല ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ പ്രൊഡക്ഷൻ അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റും എന്താണ് ഫോർമുല എന്ന് പറയുന്നത്? നോമിനൽ GDP is equal to total quantity of goods and services produced multiplied by current market prices. Okay,
ഈ ഒരു ഫോർമുലയാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നോമിനൽ ജി ഡി പിക്ക് യൂസ് ചെയ്യേണ്ടത്. സോ വാട്ട് ഇസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ്? സോ 2011 നമ്മൾ കറന്റ് പ്രൈസസ് ആണ്, കറന്റ് മാർക്കറ്റ് പ്രൈസ് ആണ് നോമിനൽ ജി ഡി പിയിൽ നോക്കുന്നത്. സോ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസ് ആയതുകൊണ്ട് തന്നെ കറന്റ് ഇയർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് തന്നെ കറന്റ് ഇയർ എന്ന് പറയുന്നത് 2011 ആണ്, ബേസ് ഇയർ 2010 ആണ്. അപ്പൊ 2011 ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് 2200. കറന്റ് മാർക്കറ്റ് പ്രൈസസ് ആണ് നോമിനൽ ജി ഡി പിയിൽ കൺസിഡർ ചെയ്യുന്നത്. കറന്റ് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുമ്പോൾ 2011 പ്രൈസ് ഓഫ് എ പീസ് ഓഫ് ബ്രെഡ് ഇസ് 30. So 2200 into 30, that is 66,000 rupees ആണ് നോമിനൽ ജി ഡി പി എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നോമിനൽ ജി ഡി പി കിട്ടി. ഇനി നമുക്ക് റിയൽ ജി ഡി പി കണ്ടുപിടിക്കണം. റിയൽ ജി ഡി പി എന്ന് പറയുന്നത് എന്താണ്? വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് in a country adjusted for inflation in an economy in a given year. So ഒരു ഇക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്ത എല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസ്, അത് ശ്രദ്ധിക്കണം, എല്ലാ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് കേട്ടോ, ഇന്റർമീഡിയറി ഗുഡ്സ് അവിടെ കൺസിഡർ ചെയ്യൂല. സോ വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് അഡ്ജസ്റ്റഡ് ഫോർ ഇൻഫ്ലേഷൻ ഇൻ ആൻ ഇക്കോണമി മെഷേർഡ് അറ്റ് ബേസ് ഇയർ പ്രൈസ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പ്രൈസസ്. അപ്പൊ നമ്മൾ ക്വാണ്ടിറ്റി വീണ്ടും എന്താണ്? 2200. ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നത് കറന്റ് ഇയറിലെ ക്വാണ്ടിറ്റി ആണ്. പ്രൈസ് ആണ് ബേസ് ഇയറിന്റെ കൺസിഡർ ചെയ്യുന്നത്. സോ 25 ആണ്. സോ ക്വാണ്ടിറ്റി ഇൻറ്റു പ്രൈസ് ഓഫ് ദ ബേസ് ഇയർ ആണ് റിയൽ ജി ഡി പിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ദാറ്റ്സ് 2200 into 25. So we'll get real GDP as 55,000. So I hope real GDP in the formula with the definition and nominal GDP in the formula with definition clear ആയി. സോ നമുക്ക് ഇവിടെ ഇനി ഈ പറഞ്ഞ റിയൽ ജി ഡി പിയും നോമിനൽ ജി ഡി പിയും ജി ഡി പി ഡിഫ്ലേറ്ററിന്റെ ഫോർമുലയിൽ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. സോ 66,000 ഡിവൈഡഡ് ബൈ 55,000, നോമിനൽ ജി ഡി പി ഡിവൈഡഡ് ബൈ ദ റിയൽ ജി ഡി പി 55,000 ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 120% കിട്ടും. ദാറ്റ് ഇസ് ദ GDP deflator. So option D is the correct answer. GDP deflator എത്രയാണ് പെർസെന്റേജ് ടേംസിൽ എന്നായിരുന്നു ക്വസ്റ്റ്യൻ. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ ഡി 120% ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് who provided a detailed set of suggestions for a 3-tier system of local government in India? സോ ഇന്ത്യയിലെ ലോക്കൽ ഗവൺമെന്റിന് 3-tier സിസ്റ്റം ആണ് അല്ലെ. ആ 3-tier സിസ്റ്റത്തിന് ഒരു ഡീറ്റെയിൽഡ് സെറ്റ് ഓഫ് സജഷൻസ് കൊടുത്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി, ഓപ്ഷൻ ബി ഇസ് അയ്യർ, ഓപ്ഷൻ സി ഇസ് ബർദാൻ ആൻഡ് മുഖർജി, ഓപ്ഷൻ ഡി ഇസ് ചട്ടോപാധ്യായ് ആൻഡ് ഡുഫ്ലോ. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, ദാറ്റ് ഇസ് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റി. സോ ഈ ഒരു 3-tier പഞ്ചായത്തി രാജ് സിസ്റ്റത്തിന് ഡീറ്റെയിൽഡ് സജഷൻ കൊടുത്തത് ബൽവന്ത് റായ് മെഹ്ത കമ്മിറ്റിയാണ്, വിച്ച് വാസ് ഫോംഡ് ഇൻ ദ ഇയർ 1957. സോ 3 ലെവൽ ഓഫ് ലോക്കൽ ഗവേണൻസ് എന്ന് പറയുമ്പോൾ വില്ലേജ് ലെവലില് ഗ്രാമപഞ്ചായത്തും, ബ്ലോക്ക് ലെവലില് പഞ്ചായത്ത് സമിതിയും, ഡിസ്ട്രിക്ട് ലെവലില് ജില്ലാ പരിഷത്തുമാണ് ഉള്ളത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. As per the notification of Government of India March 2021, the daily wage of an MGNREGA unskilled manual worker for the year 2021 in Kerala is. So MGNREGA എന്ന് പറയുന്ന ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിൽ ഒരു പ്രോഗ്രാം ഉണ്ട്. ഓക്കെ, ഒരു എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ഉണ്ട്. സോ ആ പ്രോഗ്രാമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന അൺസ്കിൽഡ് മാനുവൽ വർക്കറിന് എത്രയാണ് ഡെയിലി വേജ് ആയിട്ട് കിട്ടുന്നത് ആസ് പെർ ദ നോട്ടിഫിക്കേഷൻ
നോട്ടിഫിക്കേഷൻ ഓഫ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാർച്ച് 2021 എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ആൻസർ ഇസ് ഓപ്ഷൻ ബി, ₹291. So MGNREGA എന്ന് പറയുന്ന program is an initiative or it is a Indian law which was introduced in 2005. അതിന്റെ എക്സ്പാൻഷൻ എങ്ങനെയാണ്? മഹാത്മാ ഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005 ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ലോ ആണ്. എന്താണ് ഗ്യാരണ്ടി ചെയ്യുന്നത്? ഇറ്റ് ഈസ് ഗ്യാരണ്ടിയിങ് അറ്റ്ലീസ്റ്റ് 100 days ഓഫ് വേജ് എംപ്ലോയ്മെന്റ്. അതായത് 100 ദിവസം വേജോട് കൂടിയിട്ടുള്ള എംപ്ലോയ്മെന്റ് ആണ് ഈ ഒരു പ്രോഗ്രാമിലൂടെ അവർ ഓഫർ ചെയ്യുന്നത്. ആൻഡ് എന്താണ് എയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഫോർ റൂറൽ ഹൗസ് ഹോൾഡ്, റൂറൽ ഏരിയാസിലുള്ള ഹൗസ് ഹോൾഡ്സിന് വേണ്ടിയിട്ടാണ്. അൺസ്കിൽഡ് മാനുവൽ വർക്ക് ആയിരിക്കും, മാനുവൽ ലേബർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരുടെ ലൈവ്ലിഹുഡ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടും അവർക്ക് ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാനും പുവർ ആയിട്ടുള്ള റൂറൽ ആളുകളെ എംപവർ ചെയ്തെടുക്കാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു സ്കീം ഇന്ത്യൻ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following statement related to the Prime Minister Employment Generation Program is not true? That is PMEGP, ഗവൺമെന്റിന്റെ മറ്റൊരു ഇനീഷ്യേറ്റീവ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. സോ PMEGP റിലേറ്റ് ചെയ്തിട്ടുള്ള ഏതൊരു പോയിന്റ് ആണ് റോങ് എന്നാണ്, ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് റോങ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ദാറ്റ് ദർ ഇസ് നോ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ അപ്ലൈയിങ് ഇൻ ദ സ്കീം എന്നാണ്. ഓക്കെ, സോ ബാക്കി ഈ പറയുന്ന 3 പോയിന്റ്സും കറക്റ്റ് ആണ്. അതായത് പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം പ്രകാരം മാക്സിമം കോസ്റ്റ് ഓഫ് എ പ്രോജക്ട് പെർ യൂണിറ്റ് ഇൻ മാനുഫാക്ചറിങ് സെക്ടർ, അതായത് മാനുഫാക്ചറിങ് സെക്ടറിൽ ഒരു പ്രോജക്റ്റ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ അതിൽ മാക്സിമം കോസ്റ്റ് വരുന്നത് ₹50 lakh ആണ്. ഓക്കെ, അടുത്തത് ഇൻഡിവിജ്വൽസ്, പിന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്സ്, പ്രൊഡക്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആർ എലിജിബിൾ ടു അപ്ലൈ. Next is Khadi and Village Industry Commission, that is KVIC, is the implementing agency of the scheme. ഈ പറയുന്ന 3 പോയിന്റ്സും PMEGP മായി ബന്ധപ്പെട്ട പോയിന്റ്സ് ആണ്. ആൻഡ് ദർ ഇസ് നോ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫോർ അപ്ലൈയിങ് ഇൻ ദ സ്കീം എന്നുള്ളത് എന്താണ്? റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. വൈ? ബിക്കോസ് സ്മോളർ പ്രൊജക്റ്റ് ആണെങ്കിൽ അവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷെ ഒരു ലാർജ് പ്രോജക്റ്റ് ആണ് ഈ ഒരു സ്കീമിന് അണ്ടറിൽ വരുന്നത് എങ്കിൽ 8th grade പാസ്സായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്. ഓക്കെ, സോ നോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇസ് റിക്വയർഡ് ഫോർ ദ ഫോളോയിങ് പ്രോജക്ട്. അതായത് മാനുഫാക്ചറിങ് പ്രോജക്ട്സ് വിച്ച് കോസ്റ്റ് അപ് ടു 10 lakh rupees ആണെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല. ഓക്കെ, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ 8th പാസ് വരെ വേണമെന്നില്ല. ആൻഡ് ഈവൻ ബിസിനസ് ഓർ സർവീസ് സെക്ടർ പ്രോജക്ട് കോസ്റ്റിംഗ് അപ് ടു 5 lakh ആണെങ്കിലും എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല. സോ 10 lakhന്റെ അബവ് ആയിട്ടുള്ള മാനുഫാക്ചറിങ് പ്രോജക്റ്റും 5 lakhന്റെ അബവ് ഉള്ള ബിസിനസ് ഓർ സർവീസ് സെക്ടർ പ്രോജക്ട്സും ആണെന്നുണ്ടെങ്കിൽ മാത്രം അവിടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വേണം. അത് തന്നെ എന്താണ്? 8th grade പാസ് മാത്രമാണ് മാൻഡേറ്ററി ആയിട്ടുള്ളത് ഫോർ ദ ലാർജർ പ്രോജക്ട്സ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം 2008 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാന്നായിരുന്നു മേജർ എയിം എന്ന് പറയുന്നത്. ദാറ്റ് ഇസ് ത്രൂ മൈക്രോ എന്റർപ്രൈസസിലൂടെയും പിന്നെ അതുപോലെ തന്നെ നോൺ ഫാം സെക്ടറിലും ജോബ് ക്രിയേറ്റ് ചെയ്യുക, സെൽഫ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്കീമിന്റെ മേജർ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. As per the census of India 2011, the percentage of urban population in India is. So correct option is option A, that is 31.8%.
0.16% ആണ്. സോ 2011 സെൻസസ് പ്രകാരം urban population percentage എത്രയായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. സോ 2011 സെൻസസ് പ്രകാരം ടോട്ടൽ urban population എന്ന് പറയുന്നത് ഓവർ 377 മില്യൺ പീപ്പിൾ ആണ്. പെർസെൻറ്റേജ് വരുമ്പോൾ 31.16% ആണ്. സോ ഒരു urban ഏരിയ എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഒരു urban population അല്ലെങ്കിൽ urban ഏരിയ എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് ബേസ്ഡ് ഓൺ സർട്ടൻ പാരാമീറ്റേഴ്സ്. അത് എന്തൊക്കെ പാരാമീറ്റേഴ്സ് അനുസരിച്ചാണ്? ഒന്ന് പോപ്പുലേഷൻ ഡെൻസിറ്റി, രണ്ടാമത്തെ നോൺ അഗ്രികൾച്ചർ വർക്കേഴ്സിന്റെ ഒരു പെർസെൻറ്റേജ് ഉണ്ടാവണം, ആൻഡ് ബേസിക് അമ്യൂണിറ്റീസ്, അതായത് സിവിക് അമ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ എസെൻഷ്യൽ സർവീസസ് ഉണ്ടാവും, കുറച്ച് എസെൻഷ്യൽ ഫെസിലിറ്റീസ് ഉണ്ടാവും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം ഇൻ ഓർഡർ ടു എൻഷുർ ദി ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് എ കമ്മ്യൂണിറ്റി. അതാണ് സിവിക് അമ്യൂണിറ്റീസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അതിന്റെ അവൈലബിലിറ്റിയും കൂടിയും കണക്കിലെടുത്തിട്ടായിരിക്കും നമ്മൾ ഒരു urban ഏരിയ എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി urban ഏരിയന്റെ ഒരു ഗ്രോത്ത് പറയുകയാണെങ്കിൽ urban population has been steadily increasing over the years. ആ ഒരു കണക്കുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഓവർ ദ ഇയേഴ്സ് urban population സ്റ്റഡി ഇൻക്രീസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് റൈസ് ഇൻ ദ നമ്പർ ഓഫ് urban settlements. urban settlementsന്റെ ഒരു സിഗ്നിഫിക്കന്റ് റൈസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് among the following sentences choose the wrong one. ഇപ്പൊ 4 സ്റ്റേറ്റ്മെന്റ്സ് വീണ്ടും കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സും 2011 സെൻസസുമായി ബന്ധപ്പെട്ടതാണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരുപാട് ക്വസ്റ്റ്യൻസ് 2011 സെൻസസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. സോ അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ 2011 സെൻസസിന്റെ ഒരു ഹൈലൈറ്റ്സ് നല്ല രീതിയിൽ നമ്മൾ എന്താണ് അറിഞ്ഞിരിക്കണം. എന്നാലേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ആൻസർ എന്താണെന്ന് നമുക്ക് നോക്കാം. The overall sex ratio of India has been on an increase since independence. So ഇവിടെ 4 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. യെസ്, സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ റോങ് വൺ എന്ന് പറയുന്നത് ഡി ആണ്, ബാക്കി 3ഉം കറക്റ്റ് ആണ്. സോ കറക്റ്റ് ഓപ്ഷൻസ് ആദ്യം നമുക്ക് നോക്കാം. അതായത് ഇൻഡിപെൻഡൻസ് മുതലേ, സിൻസ് ഇൻഡിപെൻഡൻസ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് ഹാസ് ഷോൺ ഹയസ്റ്റ് ഇൻക്രീസ് ഇൻ സെക്സ് റേഷ്യോ. സോ സെക്സ് റേഷ്യോ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിന് ഹയസ്റ്റ് ഇൻക്രീസ് ആണ് നമുക്ക് കണ്ടുവരുന്നത് ഇൻഡിപെൻഡൻസ് മുതൽ. വേർ ഡാമൻ ആൻഡ് ഡിയു ഹാസ് ഷോൺ ലാർജസ്റ്റ് ഡിക്രീസ് ഇൻ സെക്സ് റേഷ്യോ. സോ ഡാമൻ ആൻഡ് ഡിയുവില് സെക്സ് റേഷ്യോ ലാർജസ്റ്റ് ആയിട്ട് കുറഞ്ഞു വരുന്നതാണ് നമ്മൾ കാണുന്നത്. ദിസ് ഇസ് കറക്റ്റ്. നെക്സ്റ്റ് ഇസ് ആസ് പെർ സെൻസസ് 2011 taking all the states and union territories of India, Puducherry and Kerala are the only region where sex ratio is more than 1000. ഇതും കറക്റ്റ് ആണ്. അടുത്തത് 2011 സെൻസസ് പ്രകാരം ചൈൽഡ് സെക്സ് റേഷ്യോ ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ് ഓഫ് ഇന്ത്യ ആർ ലെസ് ദാൻ 1000. ഇതും കറക്റ്റ് ആണ്. ഓക്കെ, സോ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഓവറോൾ സെക്സ് റേഷ്യോ ഓഫ് ഇന്ത്യ ഹാസ് ബീൻ ഓൺ ആൻ ഇൻക്രീസ് സിൻസ് ഇൻഡിപെൻഡൻസ് ഉള്ളത് റോങ് ആണ്. കാരണം എന്താണ് നമുക്ക് നോക്കാം. India's overall sex ratio has not increased in every census. കാരണം സെൻസസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1951 സെൻസസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 946 ആണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്. അതിന്റെ ശേഷം 1961 941 ആയിട്ട് കുറഞ്ഞു. സോ ഇറ്റ് ഇസ് ഡിക്ലൈൻ ഫ്രം 946 to 941. വീണ്ടും 941 നിന്ന് 930 ആയിട്ട് കുറഞ്ഞു. 930 നിന്ന് 1991 ആയപ്പം 927 ആയിട്ട് കുറഞ്ഞു. ദെൻ only improved in 2001, that is 1933. പിന്നെ 2011 ആയപ്പോൾ 940 ആയി. ഇപ്പൊ നമുക്ക് ആ ഒരു പാറ്റേൺ എടുത്ത് ട്രെൻഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് സെക്സ് റേഷ്യോ എന്താണ് ഡിക്ലൈൻ ചെയ്തിട്ടാണ് കാണുന്നത് അല്ലെ. 946 നിന്ന് 941, 930, 927, പിന്നെ 2001 ഒരു സ്ലൈറ്റ് ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്, 2011 ഇംപ്രൂവ്മെന്റ് കാണുന്നുണ്ട്. സോ നമുക്ക്
എന്ത് പറയാനായിട്ട് പറ്റൂല, ഇന്ത്യാസ് ഓവറോൾ സെക്സ് റേഷ്യോ ഹാസ് ബീൻ ഇൻക്രീസിങ് ഇൻ എവറി സെൻസസ് എന്ന് പറയാനായിട്ട് പറ്റില്ല. സോ ഇന്ത്യാസ് ഓവറോൾ സെക്സ് റേഷ്യോ ഹാസ് നോട്ട് ഇൻക്രീസ്ഡ് ഇൻ എവറി സെൻസസ്. സോ ഐ ഹോപ്പ് ദിസ് ക്വസ്റ്റ്യൻ ഇസ് ക്ലിയർ. സോ ഓക്കെ ഡിയേഴ്സ്, ഇന്ന് നമ്മളൊരു 7 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. എന്തെങ്കിലും ഡൗട്ട്സോ ഫീഡ്ബാക്സോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം. അടുത്തൊരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യനുമായിട്ട് ഞാൻ അടുത്തൊരു വീഡിയോയിൽ വരാം. താങ്ക് യു.